ഹലോ, ഇന്നൊരു അമ്പലത്തിലേക്കുള്ള യാത്രയുണ്ടോ? കുറേ നാളെ അമ്പലങ്ങളിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നടക്കാറില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു ദേവീ ക്ഷേത്രമാണിത്. ആ നടയിൽ പോയി നിന്നപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൂവാറ്റുപുഴയിലെ പുഴക്കരക്കാവ് ഭഗവതി ക്ഷേത്രമാണിത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും 3 നദികളുടെ സംഗമ സ്ഥാനത്ത് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നതുമായ ഒരു പുരാതന ക്ഷേത്രമാണിത്. സ്വാഭാവികമായി, അതായത് സ്വയംഭൂ ആയിട്ടുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ദേവി വിഗ്രഹമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പുഴക്കരക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ സൈനികരും പ്രദേശവാസികളും ചേർന്നാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയതെന്ന് ചരിത്രം പറയുന്നുണ്ട്. ദേവിയുടെ വിഗ്രഹത്തോടൊപ്പം തന്നെ ഒരു ശിവപ്രതിഷ്ഠയും ശ്രീകോവിലുണ്ടായിരുന്നു അത്രേ. എന്നിരുന്നാലും കാലക്രമേണ വലിപ്പം കുറഞ്ഞു വന്ന ശിവപ്രതിമ ഒടുവിൽ അപ്രത്യക്ഷമായി എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ദേവിയുടെ വിഗ്രഹം വർഷം തോറും വലിപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ശിവന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രുദ്രാഭിഷേകം പോലുള്ള ശിവപൂജകളും ക്ഷേത്രത്തിൽ നടത്തി വരാറുണ്ട് ഇപ്പോഴും. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മേൽക്കൂര ഭാഗികമായി തുറന്നിരിക്കുന്നതിനാൽ പ്രളയസമയത്തും മറ്റു ത്രിവേണി സംഗമത്തിലെ വെള്ളം ശ്രീകോവിൽ കയറി ദേവിക്ക് പ്രകൃതിദത്തമായ ആറാട്ട് നടക്കാറുണ്ട്. ഇവിടുത്തെ ആരാധനക്രമം എന്ന് പറയുന്നത് രാവിലെ ശ്രീ ഭുവനേശ്വരിയായും ഉച്ചയ്ക്ക് ശ്രീ വനദുർഗയായും വൈകുന്നേരം ശ്രീ ഭദ്രയായിട്ടാണ് ദേവിയെ ഇവിടെ ആരാധിക്കപ്പെടുന്നത്.